സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. 50 ചോദ്യങ്ങളുടെ മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും +2 ലെവൽ പ്രാഥമിക പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വിതിൻ 5 സെക്കൻഡ്സ് ആൻസർ ഉണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ആൻസർ കണ്ടെത്തുക. ഇനി അതുപോലെ നിങ്ങളുടെ ആൻസർ ടോട്ടൽ എത്ര എന്ന് കണ്ടെത്തുക. കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പരീക്ഷ അടുത്തടുത്ത് വരികയാണ്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം ഏത്? ഓപ്ഷൻ ബി റൈബോഫ്ലാവിനാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് റൈബോഫ്ലാവിൻ. അപ്പോൾ റൈബോഫ്ലാവിൻ്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ B2. ഇനി അതുപോലെ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏതാണ്? റൈബോഫ്ലാവിനാണ്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ. അതുപോലെ വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? റൈബോഫ്ലാവിനാണ്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകമാണ് റൈബോഫ്ലാവിൻ അഥവാ വൈറ്റമിൻ B2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവാര്? ഓപ്ഷൻ ഡി വിൻഡൺ സർഫാണ്. ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വിൻഡൺ സർഫ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏത്? ഓപ്ഷൻ സി ദീപികയാണ്. ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രമാണ് ദീപിക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ സി നർമ്മദാ നദിയാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദാ നദി താഴെ പറയുന്നവയിൽ. അപ്പോൾ നമുക്കറിയാം, ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദാ നദി. അപ്പോൾ നർമ്മദാ നദി ചെന്ന് ചേരുന്ന എവിടെയാണ്? അറബിക്കടലിലാണ് നർമ്മദാ നദി പതിക്കുന്നത്, അറബിക്കടലിൽ. ബാക്കി ഇവിടെ പറയുന്ന എല്ലാ നദികളും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി KCS പണിക്കറാണ്. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് KCS പണിക്കർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? ഓപ്ഷൻ എ മഹേഷ് ഭൂപതിയാണ്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മഹേഷ് ഭൂപതി. ഇനി അതുപോലെ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സാനിയ മിർസയാണ്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത സാനിയ മിർസ. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ മഹേഷ് ഭൂപതി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രാചീന കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്ന കാന്തള്ളൂർ ശാല സ്ഥിതി ചെയ്തിരുന്ന ജില്ലയേത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരത്താണ്. പ്രാചീന കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്ന കാന്തള്ളൂർ ശാല സ്ഥിതി ചെയ്തിരുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻ ഡി സുനിൽ ഛേത്രിയാണ്. നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആരാണ്? സുനിൽ ഛേത്രി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, കാർബൺ ഡയോക്സൈഡ് വാതകം കണ്ടെത്തിയതാര്? ഓപ്ഷൻ ബി ജോസഫ് ബ്ലാക്ക് ആണ്. കാർബൺ ഡയോക്സൈഡ് വാതകം കണ്ടെത്തിയതാരാണ്? ജോസഫ് ബ്ലാക്ക്. പത്താമത്തെ ക്വസ്റ്റ്യൻ, മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ സി അൽബുക്കർക്ക് ആയിരുന്നു. മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. അപ്പോൾ അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹം പ്രോത്സാഹിപ്പിച്ച് മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ചത് അൽബുക്കർക്കായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് അൽബുക്കർക്ക്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം ഏത്? ഓപ്ഷൻ ഡി നാഥുല ചുരമാണ്. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരമാണ് നാഥുല ചുരം. നാഥുല ചുരം സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ നാഥുല ചുരം സിക്കിമിലാണ്. നാഥുല ചുരം സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹോർത്തൂസ് മലബാർക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം ഏത്?
ഓപ്ഷൻ ബി തെങ്ങാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ്. ഇനി അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവസാനത്തെ വൃക്ഷം ഏതാണ്? ആലാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പറഞ്ഞിരിക്കുന്ന അവസാന വൃക്ഷമാണ് ആൽ. അതുപോലെ നമുക്കറിയാം ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതുപോലെ കേരളാരാമം എന്നുകൂടി അറിയപ്പെടുന്നത് ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേരളാരാമം എന്നുകൂടി അറിയപ്പെടുന്നത്. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച ഭാഷ ലാറ്റിൻ ഭാഷയാണ്. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് ആരാണ്? അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ 1909 ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നുകൂടി അറിയപ്പെടുന്നത് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മയായിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. അപ്പോൾ നമുക്കറിയാം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൺസൂൺ കാറ്റിൻ്റെ ദിശ കണ്ടെത്തിയ നാവികൻ ആര്? ഓപ്ഷൻ എ ഹിപ്പാലസ് ആണ്. മൺസൂൺ കാറ്റിൻ്റെ ദിശ കണ്ടെത്തിയ നാവികൻ ആരാണ്? ഹിപ്പാലസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. വലിയ ദിവാൻജി എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി രാജ കേശവദാസ് ആണ്. വലിയ ദിവാൻജി എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? രാജ കേശവദാസ്. ധർമ്മരാജയുടെ കിഴവൻ രാജയുടെ പ്രശസ്തനായ ദിവാനായിരുന്നു രാജ കേശവദാസ്. അതുപോലെ ആലപ്പുഴ പട്ടണം പണികഴിപ്പിച്ചത് ആരാണ്? രാജ കേശവദാസ് ആണ്. അതുപോലെ ആലപ്പുഴ തുറമുഖം, ചാല കമ്പോളം എന്നിവ പണികഴിപ്പിച്ചതും രാജ കേശവദാസ് ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത്? ഓപ്ഷൻ ബി ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷനാണ് ചെന്നൈ. 18ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷമേത്? ഓപ്ഷൻ സി 1957 കേരളത്തിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1957. അപ്പോൾ 1956 നവംബർ 1 കേരള പിറവി. അപ്പോൾ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് 1957 കേരളത്തിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനി അതുപോലെ കേരളത്തിൽ ആദ്യ നിയമസഭ നിലവിൽ വന്നത് എന്നാണ്? 1957 ഏപ്രിൽ 1 കേരളത്തിൽ ആദ്യ നിയമസഭ നിലവിൽ വന്നത്. 1957 ഏപ്രിൽ 1. അതുപോലെ കേരളത്തിൽ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നതെന്നാണ്? 1957 ഏപ്രിൽ 5 കേരളത്തിൽ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത്. 1957 ഏപ്രിൽ 5. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ 21A വകുപ്പ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ഡി 86ാം ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ 21A വകുപ്പ് ഭരണഘടനയിൽ ചേർത്തത്. 86ാം ഭേദഗതി 2002 കൂടിയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരേ നിയമസഭയിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി PK വാസുദേവൻ നായരാണ്. PKV ആണ് ഒരേ നിയമസഭയിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വ്യക്തി. PK വാസുദേവൻ നായർ PKV. എന്നാൽ അതുപോലെ MLA, MP, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി, സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി ആരാണ്? CH മുഹമ്മദ് കോയയാണ്. MLA, MP, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി, സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പുതിയ കൊട്ടാരം എന്നർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി സിക്കിമാണ്. പുതിയ കൊട്ടാരം എന്നർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. 22ാമത്തെ ക്വസ്റ്റ്യൻ. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ച വർഷമേത്?
ഓപ്ഷൻ സി AD 1221 AD 1221 12നെ തിരിച്ചിടുക. AD 1221 ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത്. ഇനി ആരുടെ കാലത്താണ് ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത്? ഇൽത്തുമിഷിൻ്റെ കാലത്താണ് ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത്. ഇൽത്തുമിഷിൻ്റെ കാലത്താണ്. അതുപോലെ ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേരെന്താണ്? തെമുജിൻ എന്നാണ്. ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേരാണ് തെമുജിൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കപ്പെട്ടത് ആരുടെ ഭരണകാലത്ത്? ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കപ്പെട്ടത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്ത്. 24ാമത്തെ ക്വസ്റ്റ്യൻ. സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെട്ടത് ആര്? ഓപ്ഷൻ എ ബാബറാണ്. സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെട്ടത് ആരാണ്? ബാബർ. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ. അപ്പോൾ ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് 1526 അതുപോലെ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ബാബറാണ്. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ഭരണാധികാരിയാണ് ബാബർ. അതുപോലെ ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാതിരുന്ന മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബാബറാണ്. ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലാതിരുന്ന മുഗൾ ഭരണാധികാരിയാണ് ബാബർ. അതുപോലെ ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സിംഹം എന്നാണ്. ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് സിംഹം. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി സാപ്തി എന്നതാണ്. അക്ബറുടെ ഭൂനികുതി സമ്പ്രദായത്തിൻ്റെ പേരാണ് സാപ്തി. അപ്പോൾ അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം അഥവാ റവന്യൂ സമ്പ്രദായമാണ് സാപ്തി. ഇനി അതുപോലെ ഈ സാപ്തി സമ്പ്രദായത്തിന് രൂപം നൽകിയ അക്ബറുടെ പ്രശസ്തനായ റവന്യൂ മന്ത്രി ആരായിരുന്നു? രാജ തോഡർമാലായിരുന്നു. സാപ്തി സമ്പ്രദായത്തിന് രൂപം നൽകിയ അക്ബറുടെ പ്രശസ്തനായ റവന്യൂ മന്ത്രിയാണ് രാജ തോഡർമാൽ. അതുപോലെ അക്ബറുടെ സൈനിക സമ്പ്രദായത്തിൻ്റെ പേരെന്ത്? മാൻസബ്ദാരി എന്നതാണ്. അക്ബറുടെ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. അക്ബറുടെ ഭൂനികുതി സമ്പ്രദായമാണ് സാപ്തി. 26ാമത്തെ ക്വസ്റ്റ്യൻ. നംദഫ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ എ അരുണാചൽ പ്രദേശിലാണ് നംദഫ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിൽ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ക്ലൈവ്. ഇനി അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്ന ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്നറിയപ്പെട്ട വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്നറിയപ്പെട്ട വൈസ്രോയി കഴ്സൺ പ്രഭു. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1881 ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ സി റിപ്പൺ പ്രഭു ആയിരുന്നു. 1881 ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി ആയിരുന്നു റിപ്പൺ പ്രഭു. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ മേയോ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭു. എന്നാൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇനി അതുപോലെ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി നിയമം പാസ്സാക്കിയത് ആരാണ്? 1881 ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി ആക്ട് പാസ്സാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അതുപോലെ ഇൽബർട്ട് ബിൽ വിവാദ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? റിപ്പൺ പ്രഭുവായിരുന്നു. ഇൽബർട്ട് ബിൽ വിവാദ സമയത്തെ വൈസ്രോയി റിപ്പൺ പ്രഭു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമേത്? ഓപ്ഷൻ സി നെല്ലിയാമ്പതിയാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. 30ാമത്തെ ക്വസ്റ്റ്യൻ. മതപുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ആണ്. മതപുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്.
അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് അപ്രകാരം വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്നതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ് ആണ് എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1940 മൈക്കിൾ ഒ ഡയറിനെ ലണ്ടനിൽ വെച്ച് വധിച്ച ധീരദേശാഭിമാനി ആരായിരുന്നു? ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ് ആയിരുന്നു 1940 മൈക്കിൾ ഒ ഡയറിനെ ലണ്ടനിൽ വെച്ച് വധിച്ച ധീരദേശാഭിമാനിയായിരുന്നു ഉദ്ധം സിംഗ്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചതാര്? ഓപ്ഷൻ സി ശങ്കരൻ നായരാണ്. മലയാളിയായ സി ശങ്കരൻ നായരാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് സി ശങ്കരൻ നായർ. ഇനി അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ നേതാവ് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ. അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയവർ ആരൊക്കെയാണ്? ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയവർ. ഗാന്ധിജിയും സരോജിനി നായിഡുവും. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ ഏത്? ഓപ്ഷൻ ഡി അമൃതം തേടി എന്ന നോവലാണ് 1857 വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവലാണ് അമൃതം തേടി. 35ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയ രാജ്യം ഏത്? ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയ രാജ്യമാണ് ഫ്രാൻസ്. ഇനി സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിർമ്മിച്ച ശില്പി ആര്? ഫ്രെഡറിക് ബർത്തോൾഡി ആണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിർമ്മിച്ച ശില്പിയാണ് ഫ്രെഡറിക് ബർത്തോൾഡി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ 100ാം വാർഷികം പ്രമാണിച്ചാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് ഫ്രാൻസ് സമ്മാനിച്ചത്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? ഓപ്ഷൻ സി വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം 2005 ആണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം 2005. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചതെന്ന്? ഓപ്ഷൻ എ 1945 ജൂൺ 26-നാണ് ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. 1945 ജൂൺ 26-ന്. അപ്പോൾ എന്താണ് UN ചാർട്ടർ? യുഎന്നിൻ്റെ ഭരണഘടനയാണ് UN ചാർട്ടർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ UN ചാർട്ടർ ഒപ്പുവെച്ച ദിവസമാണ് 1945 ജൂൺ 26. ഇനി അതുപോലെ UN ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ട സമ്മേളനം ഏതായിരുന്നു? 1945 നടന്ന സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമായിരുന്നു. UN ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ട സമ്മേളനമാണ് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരാണ്? രാമസ്വാമി മുതലിയാറാണ്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആര്? രാമസ്വാമി മുതലിയാർ. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? ഓപ്ഷൻ സി അഞ്ചുതെങ്ങ് കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ ഈ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷമാണ് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം 1721 നടന്നത്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നേറ്റോയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ സി ബ്രസൽസിലാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയുടെ ആസ്ഥാനമാണ് ബ്രസൽസ്, ബെൽജിയം. അതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? ബ്രസൽസ്, ബെൽജിയം തന്നെയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനവും ബ്രസൽസിലാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമികളാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആഗമാനന്ദ സ്വാമികൾ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് തരം ശിലകളിലാണ് ഫോസിലുകൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ സി അവസാദ ശിലകളിലാണ് ഫോസിലുകൾ കാണപ്പെടുന്നത്. ഏത് തരം ശിലകളിലാണ്? അവസാദ ശിലകളിലാണ്. അപ്പോൾ അതുപോലെ ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്ന ശിലകളും ഏതു തന്നെയാണ്? അവസാദ ശിലകളിലാണ് ഫോസിലുകളും ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോളിയം, കൽക്കരി എന്നിവയും കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശിലാതൈലം എന്നറിയപ്പെടുന്നത് ഏതാണ്? പെട്രോളിയമാണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. ഇനി അതുപോലെ ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഫോസിലുകൾ കാണപ്പെടാത്ത ശിലകളാണ് ആഗ്നേയ ശിലകൾ. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭക്രാനങ്കൽ നദീതട പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സത്ലജ് നദിയിൽ. 43ാമത്തെ ക്വസ്റ്റ്യൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ ഡി അവതാർ സിംഗ് ചിമയാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരനാണ് അവതാർ സിംഗ് ചിമ. ഇനി അതുപോലെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ബച്ചേന്ദ്രി പാലാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബച്ചേന്ദ്രി പാൽ. ഇനി അതുപോലെ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയവർ ആരാണ്? ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയുമാണ്. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയവർ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയുമാണ്. അതുപോലെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആര്? ജുങ്കോ തബൈ ആണ്. ലോകത്തിൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജുങ്കോ തബൈ. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി GP പിള്ളയാണ്. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് GP പിള്ള. 45ാമത്തെ ക്വസ്റ്റ്യൻ. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം ഏത്? ഓപ്ഷൻ എ വ്യാഴമാണ്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ നമുക്കറിയാം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. അതുപോലെ ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലമുള്ള ഗ്രഹവും വ്യാഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം ഏതു തന്നെയായിരിക്കും? വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം വ്യാഴമാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷമേത്? ഓപ്ഷൻ സി 1934 ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷമാണ് 1934. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹമേത്? ഓപ്ഷൻ ബി ടങ്സ്റ്റൺ ആണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹമാണ് ടങ്സ്റ്റൺ. അപ്പോൾ ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3422 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3422 ഡിഗ്രി സെൽഷ്യസ്, അതായത് 3400 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എന്നോർത്തിരിക്കുക. ഇനി അതുപോലെ ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹമേത്? മെർക്കുറിയാണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറി. ഇപ്പോൾ ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ളത് ടങ്സ്റ്റൺ ആണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ എ രാംഗംഗയാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. 49ാമത്തെ ക്വസ്റ്റ്യൻ. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ഓപ്ഷൻ സി വൃക്കയാണ്. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗമാണ് വൃക്ക. അപ്പോൾ മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഏതാണ്? ലെഡാണ്. മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹമാണ് ലെഡ്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥം ഏത്?
ലെഡാണ്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥമാണ് ലെഡ്. അതുപോലെ ലേസർ രശ്മികളെ കടത്തിവിടാത്ത ലോഹം ഏത്? ലെഡാണ്. ലേസർ രശ്മികളെ കടത്തിവിടാത്ത ലോഹം ലെഡാണ്. ഇനി അതുപോലെ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചാലും ലെഡാണ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് വൺ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ കോട്ട ഏത്? ഓപ്ഷൻ സി ചാലിയം കോട്ടയാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ കോട്ടയാണ് ചാലിയം കോട്ട. ഓക്കെ ഫ്രണ്ട്സ്.